ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൺ കാർണിവൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹോർലിക്സ് വെച്ചിട്ടുള്ള ഒരു മധുര വിഭവമാണ് ഹോർലിക്സ് മിൽക്ക് ബർഫി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഹോർലിക്സ് എടുക്കാം. അതുപോലെ തന്നെ ഒരു 4 ടീസ്പൂൺ നെയ്യ്, പിന്നെ 1 കപ്പ് പഞ്ചസാര. ഇനി ആവശ്യമായിട്ടുള്ളത് ഏകദേശം 2 കപ്പ് മിൽക്ക് പൗഡറാണ്. പിന്നെ ഒരു 1/4 കപ്പ് പാല്, കുറച്ച് നട്ട്സ് അരിഞ്ഞു വെച്ചത്. ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഉരുകി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഉടനെ തന്നെ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടുന്നത് പഞ്ചസാരയാണ്. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസൃതമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ബർഫി തയ്യാറാക്കാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹോർലിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു ബർഫിയുടെ പരുവത്തിലേക്ക് എത്തുന്നതുവരെ നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു പരുവമായി വരുന്നുണ്ട്. കൈയെടുക്കാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് ഉരുണ്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇത് ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. നമുക്കിനി ഇതൊരു നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു സിൽക്കൺ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ നെയ്യ് പുരട്ടിയിട്ടില്ല. ഇനിയൊരു നെയ്യ് പുരട്ടിയ സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നെയ്യ് പുരട്ടിയ ഒരു സ്പൂണാണ്. അത് വെച്ചിട്ട് ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിലേക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നട്ട്സ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാമും അതുപോലെ തന്നെ കാഷ്യൂനട്ടുമാണ്. രണ്ടുമൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ നട്ട്സ് ചേർത്തതിന് ശേഷം വീണ്ടും ആ സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്നും കൂടി ഒന്ന് ആ നട്ട്സ് അതിലേക്കൊന്ന് അമർത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഈ ബർഫി ഒരു മണിക്കൂർ മാറ്റി വയ്ക്കണം. അതിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സ്ക്വയർ പീസായിട്ടോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളായിട്ടോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മിൽക്ക് ബർഫി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.